ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഓൾറെഡി ഡിസ്കസ് ചെയ്തത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് എക്സ്പെൻസ് റേഷ്യോസ് ആണ്. When the operating ratio is further analyzed, we shall get expense ratio. In fact, expenses ratios are breakup of the operating ratio. Operating ratio നെ ശരിക്കും സ്പ്ലിറ്റ് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിലുള്ള ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ വരുന്നതായിരുന്നു എന്തൊക്കെ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതുപോലെ തന്നെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ഫിനാൻസ് എക്സ്പെൻസസ് എല്ലാം ഓപ്പറേറ്റിംഗ് കോസ്റ്റിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് റേഷ്യോസ് ആണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എക്സ്പെൻസ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് എക്സ്പെൻസസ് ടു നെറ്റ് സെയിൽസ്. അവിടെ വേരിയസ് എക്സ്പെൻസസും നെറ്റ് സെയിൽസും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്തിലാണ്? പേഴ്സൻറ്റേജസിലാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പെൻസസ് റേഷ്യോസ് ആർ ജനറലി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജസ്. അപ്പം നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ ഒരു എക്സ്പെൻസ് ആണ് അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ ഒരു എക്സ്പെൻസ് റേഷ്യോ ആണ്. ഹൗ ഇറ്റ് വിൽ ബി കാൽക്കുലേറ്റഡ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഏതാണോ എക്സ്പെൻസ് അത് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നെറ്റ് സെയിൽസിൻ്റെ എത്ര പോർഷനാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? ദെൻ നെക്സ്റ്റ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് റേഷ്യോ. Office and administrative expenses divided by net sales into 100. Then selling and distribution expense ratio. Selling and distribution expenses divided by net sales into 100. Then finance expense ratio is equal to finance expense divided by net sales into 100. Okay, these ratios are helpful to understand whether expenses are increasing or decreasing or remaining constant. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഇയറിലും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഇയേഴ്സിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു റേഷ്യോ കൂടിയതാണോ, അല്ലെങ്കിൽ നമ്മൾക്ക് കോസ്റ്റ് കുറഞ്ഞതാണോ, അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ വർഷത്തിലുള്ള അതേ രീതിയിൽ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണോ നിൽക്കുന്നത്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള എക്സ്പെൻസസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Okay, then we want to discuss about the ratio net profit ratio. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അബൌട്ട് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് ഇസ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. Net profit ratio is the ratio of net profit earned by a business and its net sales. ഒരു ബിസിനസ് ഏൺ ചെയ്തിട്ടുള്ള നെറ്റ് പ്രോഫിറ്റും അതേപോലെ തന്നെ നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയിൽ മെൻഷൻ ചെയ്യുന്നത്. ഇറ്റ് മെഷേഴ്സ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് എന്താണ്? നമ്മുടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണ്. അപ്പോൾ നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. NP റേഷ്യോ മീൻസ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്, ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ 2 ways. നമുക്ക് 2 രീതിയിൽ കാണാൻ പറ്റും. പ്രോഫിറ്റ്, അതായത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ടാക്സിന് മുന്നേയും ടാക്സിന് ശേഷവും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ്, അതായത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ദെൻ ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ദെൻ വി ഗെറ്റ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് റേഷ്യോ, അതായത് നെറ്റ് പ്രോഫിറ്റിൽ നിന്നും നമുക്ക് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിൽ റേഷ്യോ കാണുന്നതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്ന് പറയുന്നത്.
Okay. Then a profit before tax is used when the purpose is to measure the managerial efficiency. ബിസിനസ്സിൻ്റെ മാനേജീരിയൽ എഫിഷ്യൻസി ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ടാക്സിന് മുൻപേ ഉള്ള പ്രോഫിറ്റ് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫോർ ഓണേഴ്സ് പർപ്പസ് ഓർ ഫോർ കമ്പയറിങ് ടു കമ്പനീസ്, നമുക്ക് എന്ത് ചെയ്യാം, വേറെ രണ്ട് കമ്പനീസിനെ തമ്മിലൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ. ദെൻ മേജർ കോമ്പോണൻറ്റ്സ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആർ, ഫസ്റ്റ് വൺ ഈസ് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നെറ്റ് സെയിൽസ്. രണ്ട് കോമ്പോണൻറ്റ്സ് ആണ് വരുന്നത്, നെറ്റ് സെയിൽസും അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഡിസ്കസ് ചെയ്തു അല്ലേ, അതിൽ വരുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് ഈ പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിനോട് കൂടി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആഡ് ചെയ്യണം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ നോട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ തൊട്ട് താഴെ എഴുതുന്ന ഐറ്റമാണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അതായത് നമ്മൾ ഫിക്സഡ് അസറ്റൊക്കെ വിൽക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ പ്രോഫിറ്റൊക്കെ എന്താണ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോസ് പ്രോഫിറ്റിനോട്, ദാറ്റ് മീൻസ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിനോട് ആഡ് ചെയ്യാം. കിട്ടുന്ന വാല്യൂവിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടാണെന്ത്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഒക്കെയാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കോമ്പോണൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് മേ ബി ടേക്കൺ ഐദർ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഓർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സോ കൺസിഡർ ചെയ്യാൻ, ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനടുത്ത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തന്നിട്ടേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ആഫ്റ്റർ, അതായത് ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ് കണ്ടതിന് ശേഷം, നെറ്റ് പ്രോഫിറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ലെസ് പ്രൊവിഷൻ ഫോർ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് മൈനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾക്ക് കാൽക്കുലേഷനിൽ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടും നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ടും ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ മെഷേഴ്സ് ദ എഫിഷ്യൻസി ഇൻ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആണ്. അവിടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ മെഷർ ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൻ്റെ എഫിഷ്യൻസിയാണ് മെഷർ ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തും ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റും ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയിലൂടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ സ്റ്റാൻഡേർഡ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5% to 10%, 5%-10%, 10%-ൻ്റെ ഇടയിലാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഐഡിയൽ ഓർ സാറ്റിസ്ഫാക്ടറി റേഷ്യോ എന്നാണ് പറയുന്നത്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇസ്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് എഫിഷ്യൻസി ആസ് വെൽ ആസ് പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ് ഡിറ്റർമൈൻസ് ദ റിട്ടേൺസ് ടു ദ ഓണേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ, നമ്മുടെ ഓണേഴ്സിൻ്റെ റിട്ടേൺ ആണ് ശരിക്കും ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓണേഴ്സിനുള്ള റിട്ടേൺസ് ആണ് അതിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ. പ്രോഫിറ്റബിലിറ്റി അതേപോലെ തന്നെ എഫിഷ്യൻസി ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. ദെൻ ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് ഓഫ് സെയിൽസ് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസസ്. എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര നമ്മുടെ കയ്യിൽ സെയിൽസിൽ ബാക്കി വരുന്നുണ്ട്, അതാണ് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ സെയിൽസിൽ നിന്ന് കിട്ടിയതിൻ്റെ ബാക്കി, അതാണ് നമ്മൾ സെയിൽസ് എപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ എക്സ്പെൻസിനോട് കൂടി ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ എക്സ്പെൻസസ് കഴിഞ്ഞിട്ട് നമ്മുടെ സെയിൽസ് കണ്ടക്ട് ചെയ്തതിൻ്റെ റവന്യൂ ബാക്കിയുള്ള ലെഫ്റ്റായിട്ടുള്ള ബാക്കി വരുന്ന ഇതാണ് നമ്മളുടെ ഈ ഒരു റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അതേപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഹയർ ദ റേഷ്യോ ബെറ്റർ ഈസ് ദ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഹയർ റേഷ്യോ ആണെങ്കിൽ ബെറ്റർ പ്രോഫിറ്റബിലിറ്റി ആയിരിക്കും. ദിസ് മീൻസ് ഹൈ റിട്ടേൺസ് ടു ഷെയർ ഹോൾഡേഴ്സ്. നല്ല പ്രോഫിറ്റബിലിറ്റി ആണെങ്കിൽ അതിനർത്ഥം പ്രോഫിറ്റ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടാവും, ഡിവിഡൻഡ് കൂടുതലുണ്ടാവും. അപ്പോൾ അവരുടെ റിട്ടേൺസും എന്തായിരിക്കും, ഹൈ ആയിരിക്കും എന്നാണ് ഇതിൻ്റെ ഒരു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഇൻ്റർപ്രിട്ടേഷനിൽ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതിൽ പ്രത്യേകമായിട്ട് പ്രോബ്ലം ഒന്നും തരുന്നില്ല. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ മനസ്സിലാക്കിയിരിക്കുക. ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തരും. നെറ്റ് സെയിൽസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. സോ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും റേഷ്യോസാണ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് ആണ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ അതിൽ വരുന്ന റേഷ്യോസാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, എക്സ്പെൻസസ് റേഷ്യോ ആൻഡ് ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.